കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതെല്ലാ മാധ്യമങ്ങളിലും വരികയും ചെയ്തു. അച്ചടി മാധ്യമങ്ങളിലും ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലുമെല്ലാം അത് അതേപടി പുറത്തു വന്നിട്ടുണ്ട്. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമനാണ് പ്രാവശ്യവും ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ആ ബഡ്ജറ്റിൽ പലർക്കും പല പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. കോർപ്പറേറ്റ് കമ്പനികൾക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ അവരെ ആവശ്യപ്പെട്ട തുക, പദ്ധതികൾ അതെല്ലാം അപ്പാടെ അംഗീകരിച്ച് കിട്ടിയില്ലെങ്കിൽ തന്നെയും മാന്യമായ പരിഗണന ലഭിക്കുമെന്ന് സംസ്ഥാനങ്ങൾ ധരിച്ചു. സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരാണ്. അത് ഇന്ന് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ പദ്ധതികൾ അനുവദിച്ചു കൊടുത്തതും തുക അനുവദിച്ചു കൊടുത്തതും രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രമാണെന്നുള്ള ആക്ഷേപം വന്നു കഴിഞ്ഞു. അതൊന്ന് ആന്ധ്രയ്ക്കും മറ്റൊന്ന് ബീഹാറിനുമാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഭരിക്കുന്നത് BJP മുന്നണിയുടെ NDAയുടെ സഖ്യകക്ഷികളാണ്, ഘടകകക്ഷികളാണ്. കേരളം പലതും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഒന്നും കിട്ടിയില്ല എന്നുള്ള നിലവിളി ഒരു ഭാഗത്തു നിന്നും ഉയരുന്നു. ആ നിലവിളി ഉയർന്നത് ഭരണകക്ഷിയുമായി അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്നാണ്. അതിന്റെ വിമർശനപരമായ പ്രസ്താവനകൾ അതിന്റെ സംസ്ഥാന നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു. സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി കേന്ദ്ര സർക്കാരിനെതിരെ ബഡ്ജറ്റിനെതിരെ വിമർശനം ഉയർത്തിക്കഴിഞ്ഞു. 24,000 കോടി രൂപയാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടതെന്നും എന്നാൽ സംസ്ഥാനത്തിന്റെ പേര് പോലും ബഡ്ജറ്റിൽ പരാമർശിച്ചില്ല എന്നുമുള്ള ആക്ഷേപമാണ് ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന വിമർശനം. ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയും നമ്മൾ അല്പം ഒന്ന് പുറകോട്ട് പോയി പരിശോധിച്ചാൽ എല്ലാ പ്രാവശ്യവും കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാനം മറ്റൊരു കക്ഷി ഭരിക്കുമ്പോൾ സ്വാഭാവികമായും നാളിതുവരെയുള്ള കണക്കുകൾ, ബഡ്ജറ്റുകൾ പരിശോധിച്ച് നോക്കിയാൽ സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ അത് കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമാണെങ്കിൽ ബഡ്ജറ്റിൽ ആനുകൂല്യങ്ങൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. മറിച്ച് കേന്ദ്ര ഗവൺമെന്റിനെ എല്ലാ കാര്യത്തിലും വിമർശിക്കുകയും കേന്ദ്രത്തിന്റെ നയങ്ങൾക്ക് വ്യത്യസ്തമായ നയപരിപാടികൾ രൂപീകരിക്കുന്ന സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നതെങ്കിൽ അവിടെയെല്ലാം ബഡ്ജറ്റിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് കേരളത്തിലും അതുപോലെ നടന്നു വന്നിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര ബഡ്ജറ്റിൽ മേന്മ എന്ന് എടുത്തു പറയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സ്വർണത്തിന്റെ നികുതി വെട്ടിക്കുറച്ചു എന്നുള്ളതാണ്. സ്വർണത്തിന്റെ നികുതി കുറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അത് സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിക്കുന്നവർക്കുള്ള ആശ്വാസം മാത്രമല്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിക്കുന്നത് കേരളത്തിലെ സ്ത്രീകളാണെന്നാണ് അന്താരാഷ്ട്ര സർവേകൾ വെളിപ്പെടുത്തുന്നത്. ഇവിടെ സ്വർണത്തിന്റെ വില കുറയുന്നത്, സ്വർണത്തിന്റെ നികുതി കുറയ്ക്കുന്നത്, 1 കിലോയ്ക്ക് 12% നികുതി ഉണ്ടായിരുന്നത് അത് 3% തിരികെ കുറച്ചു എന്നുള്ളതാണ്. ഇതിന്റെ മേന്മ എന്ന് പറയുന്നത് സ്വർണ്ണ കള്ളക്കടത്തിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നുള്ളതാണ്. കേരളം നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പർദീസയായി മാറിയിട്ട് നാളുകളേറെയായി. പ്രത്യേകിച്ചും കോഴിക്കോട്, കൊച്ചി
തിരുവനന്തപുരം കണ്ണൂർ വിമാനത്താവളം വഴി ദിവസവും കിലോ കണക്കിന് സ്വർണമാണ് കള്ളക്കടത്ത് വഴി വരുന്നത്. വല്ലപ്പോഴും പിടിക്കപ്പെടുന്നത് അതിന്റെ ഒരു അംശം മാത്രം. ഈ സ്വർണ്ണ കള്ളക്കടത്തിലൂടെ സ്വർണം വരുമ്പോൾ അവരുടെ ലാഭം, ആ മാഫിയയ്ക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് ഏകദേശം 1 കിലോയ്ക്ക് 12-13 ലക്ഷം രൂപയാണ്. അതൊരു നിസ്സാരമായ ബിസിനസ് ലോബിയല്ല. ആ ബിസിനസ് ലോബിയെ നിയന്ത്രിക്കുന്നത് വൻകിടക്കാരാണ്, കോർപ്പറേറ്റ് വൻകിടക്കാരാണ്, വൻകിട രാഷ്ട്രീയ നേതാക്കളാണ്. ആ നേതാക്കളുടെ ആ നേതാക്കൾക്കെല്ലാം ഇതിന്റെ വിഹിതം ചെല്ലുന്നുണ്ടാവും. അങ്ങനെ അല്ലെങ്കിൽ ഇത്രയധികം സ്വർണ്ണ കള്ളക്കടത്ത് ഈ കൊച്ചു കേരളത്തിന്റെ മണ്ണിൽ വരില്ലായിരുന്നു. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണത്തിന്റെ നീതി കുറച്ചത് ഏകദേശം വിറ്റാൽ കിട്ടുന്ന വിലയും കള്ളക്കടത്തിലൂടെ കൊണ്ടുവരുന്ന സ്വർണത്തിന്റെ വിലയും തമ്മിൽ വളരെ വ്യത്യാസമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഈ ബഡ്ജറ്റ് സഹായകരമായിട്ടുണ്ട്. അതുപോലെ തന്നെ യുവജനങ്ങൾക്ക് ഇന്റേൺഷിപ്പ് 1000 ITI വ്യവസായങ്ങളിൽ കൂടി ഇന്റേൺഷിപ്പ് ലഭിക്കുന്നതോടെ തൊഴിലില്ലായ്മ ഒരു പരിധിവരെ കുറച്ചു കൊണ്ടുവരാൻ കഴിയും. 5000 രൂപ സ്റ്റൈഫൻഡ് അനുവദിച്ചു അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടാണ് ഇന്റേൺഷിപ്പ് നടത്തുന്നത്. ഈ 1000 IT ഫാക്ടറി, IT സ്ഥാപനങ്ങളിൽ എല്ലാം ഈ ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്ന നിലയിലുള്ള എണ്ണത്തിലുള്ള ഇന്റേൺഷിപ്പ് അനുവദിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടുന്ന കാര്യമാണ്. എന്തൊക്കെയായാലും ബഡ്ജറ്റ് കൊണ്ട് കേരളം ഉദ്ദേശിച്ച, ആഗ്രഹിച്ച, പ്രതീക്ഷിച്ച ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. 24,000 കോടി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ കേരളത്തിന്റെ പേര് പോലും ബഡ്ജറ്റിൽ പരാമർശിച്ചില്ല എന്നാണ് പറയുന്നത്. ബഡ്ജറ്റ് കേരളത്തിൽ ആദ്യമായി ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് 1957 അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ സി അച്യുത മേനോനാണ് ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. പക്ഷെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് 2 ദിവസങ്ങൾക്ക് മുമ്പ് ആ ബഡ്ജറ്റ് ചോർത്തപ്പെട്ടു. അന്നത്തെ പ്രസിദ്ധമായ മാഗസിൻ കൗമുദിയിലാണ് ആ ബഡ്ജറ്റ് അച്ചടിച്ചു വന്നത്. കൗമുദി പത്രാധിപർ കെ ബാലകൃഷ്ണൻ, ആ കെ ബാലകൃഷ്ണനും അതിന്റെ സഹ പത്രാധിപർക്കും 2 ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നു. കേസെടുത്തു സർക്കാർ. അത് മറ്റൊരു ചരിത്രം. അന്നോളം ഇന്നോളം എടുത്തിട്ടുള്ള ചരിത്രം എടുത്തു നോക്കിയാൽ കോൺഗ്രസ് സർക്കാർ, അത് കേരളം കോൺഗ്രസ് ഭരിക്കുമ്പോൾ വളരെ അനുകമ്പാപൂർവമായ ആനുകൂല്യങ്ങൾ കേരള സർക്കാർ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് അനുവദിച്ചിട്ടുണ്ട്. മറിച്ച് കേരളം കോൺഗ്രസ് ഭരിച്ചപ്പോൾ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണെങ്കിൽ പരമാവധി ബഡ്ജറ്റിൽ കുറച്ച് കേരളത്തിന്റെ ആവശ്യം വളരെ കുറച്ച് മാത്രമേ നൽകിയിട്ടുള്ളൂ. ഇതെല്ലാം നടന്ന് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ കുറച്ചെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശ്രീ VP സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അന്ന് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റാണ് ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലും തുല്യമായി തന്നെ കാണുന്ന ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എങ്കിൽ തന്നെയും ഈ കേന്ദ്ര ബഡ്ജറ്റ് കേരളത്തിന് വളരെ നിരാശാജനകമാണ് എന്ന് പറയുമ്പോഴും എവിടെയൊക്കെയോ എന്തെല്ലാമോ ആനുകൂല്യങ്ങൾ ബഡ്ജറ്റിലൂടെ കേരളത്തിന് ലഭിക്കും എന്നുള്ളത് മറ്റൊരു വസ്തുത. എന്തൊക്കെയാലും ഈ അവലോകനം ഇവിടെ പൂർത്തിയാക്കുകയാണ്. പത്രാധിപരുടെ പ്രതികരണം ഇതോടെ പൂർത്തിയാക്കുന്നു. നന്ദി, നമസ്കാരം.